കുറിച്ചിത്താനത്തെ കാനന ക്ഷേത്രത്തിന് തൊടുപുറിയായി പാക്കനാരുടെ ബാംബു ബ്രിഡ്ജ്. പറയിപ്പറ്റ പന്തിരകുലത്തിലെ 9ാമത്തെ പുത്രൻ പാക്കനാരുടെ ഇപ്പോഴത്തെ തലമുറയുടെ പ്രതിനിധിയായ ഉണ്ണികൃഷ്ണ പാക്കനാരാണ് ബാംബു ബ്രിഡ്ജ് നിർമ്മിച്ചത്. പരമ്പരാഗത വരുമാന സ്രോതസ്സായ മുള കൊണ്ട് മനോഹരമായ വീട്ടുപകരണങ്ങളും സംഗീതോപകരണങ്ങളും എന്തിനേറെ പ്രകൃതി സൗഹൃദമായ പാർപ്പിടങ്ങൾ വരെ ഉണ്ണികൃഷ്ണൻ പാക്കനാർ നിർമ്മിച്ചു നൽകുന്നു. ഉണ്ണികൃഷ്ണ പാക്കനാരുടെ മുളപാടും രാവ്, ബാംബു സിംഫണി എന്നീ സംഗീത പരിപാടി ഇന്ന് വിശ്വപ്രസിദ്ധമാണ്. കാനന ക്ഷേത്രത്തിന്റെ ഉടമ അനിയൻ തലയാറ്റുംപിള്ളിയുമായുള്ള സൗഹൃദമാണ് ഉണ്ണികൃഷ്ണൻ പാക്കനാർക്ക് ഇവിടെ എത്താനും കാനന ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാനും സാധിച്ചത്. ഞാൻ ഉണ്ണികൃഷ്ണ പാക്കനാര് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കൊറ്റനല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ കാനന ക്ഷേത്രത്തിലേക്ക് വന്നത്. കാനന ക്ഷേത്രത്തിൻ്റെ ഉപജ്ഞാതാവായ അനിയൻചേട്ടനോടുള്ള ബഹുമാനം, സ്നേഹം, ആദരവ് എല്ലാം തന്നെ അനുഭവപ്പെട്ടത് വളരെ നാളുകളായി. ഞങ്ങൾ പ്രകൃതി സൗഹാർദ്ദ ക്യാമ്പുകൾ, വിവിധ സെമിനാറുകൾ എല്ലാം ജസ്റ്റിസ് സുകുമാരൻ സാർ എല്ലാം അടങ്ങിയ ബാംബു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരാറുണ്ട്. അപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അതെ, ആലുവ അദ്വൈതാശ്രമത്തിൽ. അവിടെ നിന്ന് പിന്നെ നിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. അപ്പം ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് അനിയൻ ചേട്ടൻ എന്ന് എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അനിയൻ ചേട്ടൻ ഈ കാനന ക്ഷേത്രത്തിനെ കുറിച്ച്, അനിയൻ ചേട്ടൻ കാനന ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതിനകത്തോട് വളരെ സന്തോഷം തോന്നി. അപ്പം ഇവിടെ ഒരു ആംഫി തിയേറ്റർ, ഞാൻ ഇന്റർനാഷണൽ ബാംബു ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റേൺ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റിന്റെ ഫൗണ്ടർ ഡയറക്ടറാണ്. കാനന ക്ഷേത്രത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രകൃതി സൗഹൃദ വേദിയിലേക്ക് ഒരു ബാംബു ബ്രിഡ്ജ് തന്റെ വകയായി നിർമ്മിച്ചു നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണ പാക്കനാർ. പാക്കനാരും കൂട്ടരും ബാംബു ബ്രിഡ്ജിന്റെ പണി പൂർത്തീകരിച്ചു. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ബാംബു ബ്രിഡ്ജ് വേറിട്ടൊരു കാഴ്ചയായി സമ്മാനിക്കുകയാണ്. അദ്ദേഹം ബാംബു ഫസ്റ്റും അല്ലെങ്കിൽ ബാംബുവായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഗവേഷണം നടത്തി ലോകം മുഴുവൻ സഞ്ചരിച്ച് അതിനുവേണ്ടി ജീവിതം അർപ്പിച്ച ഒരു ആളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത്. പല സെമിനാറുകളിലും പരിസ്ഥിതി സെമിനാറുകളിൽ വച്ച് പങ്കെടുക്കുമ്പോഴുള്ള സൗഹൃദ ബന്ധമാണ് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വരാനുള്ള അവസരമായത്. അപ്പം ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കാനന ക്ഷേത്രത്തെ പറ്റിയും ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തെ പറ്റിയും പാക്കനാർ മനസ്സിലായി. പാക്കനാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് എനിക്ക് തന്നത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.